കഠിനാധ്വാനത്തിന്റെ വിയർപ്പുമണികൾ മണ്ണിൽ വീഴ്ത്തി വിള കൊയ്തെടുക്കുന്ന കർഷകന് ഇടനിലക്കാരില്ലാത്ത വിപണന നേട്ടം, ഒപ്പം തന്നെ ഉപഭോക്താവിന് പരിമിതമായ വിലയ്ക്ക് സംശുദ്ധമായ കാർഷികോൽപ്പന്നങ്ങൾ ലഭിക്കുക എന്നതും ഇന്നത്തെ സാമൂഹിക ജീവിതഗതിയിൽ പ്രാധാന്യമേറിയ വസ്തുതകളാണ്. ഈ തലത്തിൽ നിന്നുകൊണ്ട് ജൈവ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുകയും കർഷകരുടെ കൂട്ടായ്മയിലൂടെ ജൈവ കലവറ എന്ന വിപണന കേന്ദ്രം ആവിഷ്കരിക്കുകയും അത് ഗ്രാമാന്തരങ്ങളുടെ ഹൃദയസ്പന്ദനമാക്കി മാറ്റുകയും ചെയ്ത ഒരു പാലക്കാടൻ കർഷകനെ നമുക്ക് പരിചയപ്പെടാം. ഇത് പാലക്കാട് ശങ്കരമംഗലം കടുക്കശ്ശേരി നാരായണൻ. പാലക്കാടൻ കാർഷിക പൈതൃക വഴികളിലൂടെ തന്നെയാണ് നാരായണൻ കാർഷിക രംഗത്തേക്ക് എത്തിയത്. ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ സേവനത്തിനു ശേഷം വിരമിച്ച നാരായണൻ പൂർണ്ണമായും കാർഷിക രംഗത്തേക്ക് തിരിഞ്ഞപ്പോൾ ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക സ്ഥാനത്ത് നിന്നും വിരമിച്ച സഹധർമ്മിണി തങ്കമണിയും അദ്ദേഹത്തോടൊപ്പം കൂട്ടുചേരുകയായിരുന്നു. 1960 മുതൽ ഞാൻ കർഷകനാണ്. കുട്ടിക്കാലം മുതലേ കൃഷിയോട് ഭയങ്കര താല്പര്യമുണ്ട്. ജന്മനാൽ അങ്ങനെ തന്നെയാണ്. ജീനിൽ കൃഷി ഉണ്ടായിരുന്നതായിരിക്കാൻ കാരണം തറവാട്ട് വകയിട്ട് ധാരാളം കൃഷിയുണ്ട്. അന്ന് ജൈവ കൃഷി മാത്രമേ ഉള്ളൂ, ഓർഗാനിക് ഫാമിംഗ് മാത്രമേ ഉള്ളൂ. പിന്നീട് രാസകൃഷി വന്നപ്പോഴും രാസകൃഷിയോട് താല്പര്യം തോന്നി. കുറച്ച് രാസകൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫിറോഡാനോ അല്ലെങ്കിൽ അന്ന് ഫോൾഡിഡോള്, എൻഡ്രിൻ തുടങ്ങിയ രാസപദാർത്ഥങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അന്ന് ഉപയോഗിച്ച് കണ്ടപ്പോൾ എനിക്ക് അതിലുള്ള ഞാഞ്ഞൂളും മറ്റ് ജീവികളൊക്കെ ചാവണ കണ്ടതോട് കൂടിയിട്ട് ഞാൻ അത്തരം കൃഷി വേണ്ടെന്ന് വെച്ച് വീണ്ടും പഴയ കൃഷിയിലേക്ക് വളരെ കുറഞ്ഞ കാലമാണ് രാസകൃഷി ചെയ്തിട്ടുള്ളൂ. പിന്നീട് ചെയ്തിട്ടില്ല. അന്ന് ഞാൻ സ്കൂൾ ജോലിയാണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് KSRTCയിൽ ജോലിക്കാരനായി മാറി. ട്രാൻസ്പോർട്ടിൽ 25 വർഷത്തിലേറെ കാലം ജോലി ചെയ്തു. ആ കാലത്തും മനസ്സിൽ കൃഷിയുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യ ടീച്ചർ ആണ്. അന്ന് ഗവൺമെൻറ് മോയൻ ഗേൾസ് ഹൈസ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. രണ്ടാളും കൂടി അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് കുറച്ച് സ്ഥലം വാങ്ങി കൃഷി തുടങ്ങി. ഞങ്ങളുടെ താല്പര്യമുള്ള കൃഷിയിലേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോയി. അതാണ് പിന്നീട് ആ സ്ഥലങ്ങൾ മാറി മാറി വന്ന് ഇപ്പോൾ 7 ചില്ലാൻ ഏക്കറുള്ള സ്ഥലത്തേക്കാണ് വന്ന് ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്റെ 7 ഏക്കറിലധികം വരുന്ന ഭൂമി നെല്ലിന്റെയും പച്ചക്കറികളുടെയും കിഴങ്ങുവർഗ്ഗങ്ങളുടെയും വിളഭൂമിയാക്കി മാറ്റുകയായിരുന്നു നാരായണൻ. സമ്മിശ്ര കൃഷിയുടെ ഹരിതകാന്തി പടർന്ന കൃഷിഭൂമിയിൽ നേന്ത്രൻ, റോബസ്റ്റ, പൂവൻ, കാവേരി, പൊന്തൻ, കപ്പ തുടങ്ങിയ വാഴയിനങ്ങൾ, വാഴകൾക്കിടയിൽ ചേന, ചേമ്പ്, പയർ, അടുത്ത തൊടിയിൽ നിറഞ്ഞു നിരയിട്ട വിവിധതരം മരച്ചീനി, 10 തരം കറിവേപ്പുകൾ, പാവൽ, പടവലം, മത്തൻ, കുമ്പളം, ചുരയ്ക്ക, നാരകം, ചീര, വെണ്ട, വെള്ളരി, ഇഞ്ചി, തീർന്നില്ല അതിവിപുലമായ പപ്പായത്തോട്ടം തുടങ്ങിയവ നാരായണൻ എന്ന ഈ കർഷകന്റെ കാർഷിക വൃത്തിയുടെ ഹൃദയ സൗന്ദര്യമായി ഇവിടെ മാറുന്നു. ഞങ്ങളുടെ ഈ 7 ഏക്കർ സ്ഥലത്തിൽ 3.5 ഏക്കർ സ്ഥലം നെൽകൃഷിയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്ഥലം പച്ചക്കറി കൃഷി, വാഴ, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറി അതിലെല്ലാം ഉണ്ട്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഉണ്ട്. വാഴ പലതരം വെറൈറ്റി ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ഏറ്റവും അധികം കീടനാശിനികൾ കണ്ടെത്തുന്ന കറിവേപ്പിലയാണ് ഏറ്റവും അധികമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്. അതെല്ലാവർക്കും കീടനാശിനി ഇല്ലാത്ത കറിവേപ്പില എല്ലാവർക്കും കൊടുക്കാനുള്ള സൗകര്യം ഒരുക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 8-10 തരം കറിവേപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയ നെല്ലിനങ്ങളോടാണ് താല്പര്യം കൂടുതൽ. ഇപ്പോൾ പുതുതായിട്ട് രക്തശാലി അടക്കം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. പഴയ വിത്തിനങ്ങളായ വെള്ളരി, തവളക്കണ്ണൻ, ചിറ്റേനി തുടങ്ങിയെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വെള്ളരി എന്ന് പറഞ്ഞൊരു പഴയ വിത്തുണ്ട്. അത് കൂടുതൽ അധ്വാനിക്കുന്ന ആളുകൾക്ക് ഭക്ഷിക്കാനുള്ളതാണ്. ഇപ്പോൾ പുതുതായിട്ട് രക്തശാലി എന്ന് പറയുന്ന വിത്ത് ഏറ്റവും പഴതാണ്. ചരകന്റെ കാലത്ത് തന്നെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് നവരേക്കാൾ പഴക്കമുള്ളതാണ്. അഷ്ടാംഗ ഹൃദയത്തിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചാൽ അതിൽ അയൺ കണ്ടന്റ് കൂടുതലാണ്, മൈക്രോ ന്യൂട്രിയൻസ് വളരെ കൂടുതലാണ്. അത് കഴിച്ചവർക്ക് ഇപ്പോൾ എന്നാൽ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു 6 ദിവസം അത് കഴിച്ചപ്പോഴേക്ക് അയാളുടെ ഹിമോഗ്ലോബിൻ്റെ അളവ് കൂടിയെന്നാണ് പറയുന്നത്. ഏറ്റവും അതിനുകൂടി ഔഷധമായിട്ട് കണക്കാക്കപ്പെടുന്നു. പിന്നെ കുട്ടികൾക്കും മറ്റുമൊക്കെ ഉണ്ടാകുന്ന വിളർച്ച മാറാനും രക്തശാലി അരി കഴിച്ചാൽ ഗുണമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് നമ്മൾ വിപുലമായി കൃഷി ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല പലർക്കും വിത്ത് കൊടുത്തിട്ടുണ്ട്. വിത്ത് ഇപ്പോഴും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. 3.5 ഏക്കറിലേറെ വരുന്ന വയലിൽ ഔഷധ ഗുണമേറിയ പരമ്പരാഗത നെല്ലിനങ്ങളായ തവളക്കണ്ണൻ, ചിറ്റേലി, വെള്ളരി,
രക്തശാലി തുടങ്ങിയവയും നാരായണൻ കൃഷി ചെയ്തു വരുന്നു. ഔദ്യോഗിക സേവനത്തിൽ നിന്നും വിരമിച്ച ശേഷം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന നിക്ഷേപത്തുക വിനിയോഗിച്ചുകൊണ്ടാണ് നാരായണൻ ദമ്പതികൾ വിശ്രമ ജീവിതം ജൈവ കൃഷിയിലൂടെ ആനന്ദകരമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയത്. ഇളക്കി മറിച്ച മണ്ണിൽ വാഴയും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളുമൊക്കെ നട്ടു. കാർഷിക പാരമ്പര്യത്തിന്റെ വഴികളെ ഏറെ ഇഷ്ടപ്പെട്ട നാരായണൻ പരമ്പരാഗത കൃഷിരീതികൾ തന്നെ അവലംബിച്ചു. അതുകൊണ്ട് തന്നെ മുള പൊട്ടുന്ന വിത്തുകൾക്ക് മേലെ വൈക്കോൽ കൊണ്ട് പുതയിട്ടു. ചാണകപ്പൊടിയും കോഴിക്കാരവും ജീവാമൃതവും വളമായി നൽകി. പച്ചമീനുകളുടെ, പ്രത്യേകിച്ച് മത്തിയുടെ അവശിഷ്ടവും ശർക്കരയും ചേർത്ത് തയ്യാറാക്കിയ ഫിഷ് അമിനോ എന്ന മിശ്രിതം ജൈവ കീടനാശിനിയായും വിളകൾക്കുമേലെ തൂകി. തികച്ചും സംശുദ്ധമായ പച്ചക്കറി ഇനങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും നാരായണൻ എന്ന ഈ കർഷകന്റെ പാടത്ത് പൂത്ത് കായ്ച്ച് നിറവിന്റെ ശോഭയണിഞ്ഞു കിടന്നു. മണ്ണിനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് കാർഷിക വിളകളെ ഹൃദയത്തിലേറ്റി താലോലിച്ച ഈ കർഷകൻ തന്റെ വിഷവിമുക്തമായ കൃഷിവിളകൾ ആവശ്യക്കാരിലേക്ക് എങ്ങനെ വിശ്വാസപൂർവ്വം എത്തിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. ആ ചിന്തയുടെ പരിണത ഫലമായിരുന്നു 2009 മാർച്ച് മാസത്തിലെ സമരാത്ര ദിനമായ 21-ാം തീയതി ശങ്കരമംഗലം എന്ന പാലക്കാടൻ ഗ്രാമത്തിലെ തണൽമര ചുവട്ടിൽ ആരംഭിച്ച ജൈവ കലവറ എന്ന കാർഷിക വിള സംഭരണ വിപണന കേന്ദ്രം. വാങ്ങുന്ന പച്ചക്കറികളുടെ ഗുണം എന്താ വെച്ചാൽ ഇതിലിപ്പോൾ വളവിൻ്റെ ഉള്ള പച്ചക്കറി വാങ്ങുന്നത്. അത് കാരണം നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നമുക്ക് 3-4 ദിവസം സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നേരെ മറിച്ച് വെളിയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അതിൻ്റെ വളമൊക്കെ ഇട്ട് കാരണം അത് 2 ദിവസം കൊണ്ട് തന്നെ ചില കേടുവന്ന് പോകാനുള്ളതുണ്ട്. അത് കാരണം ഞാൻ എന്നും ഇവിടെ വന്നിട്ടാണ് ഈ വളമിടാത്ത പച്ചക്കറിയാണ് വാങ്ങുന്നത്. ജൈവസമൃദ്ധവും വിഷരഹിതവുമായ പച്ചക്കറി ഇനങ്ങൾ വാങ്ങുന്നതിനായി ഉപഭോക്താക്കൾ തണൽമര ചുവട്ടിലേക്ക് അറിഞ്ഞെത്തുകയും അത് ഒരു അണമുറിയ പ്രവാഹമായി മാറുകയും ചെയ്ത കാർഷിക ചരിതമാണ് ഇന്ന് നാരായണനുള്ളത്. പച്ചക്കറി ഇനങ്ങളോടൊപ്പം അരി ഉൾപ്പെടെയുള്ള ശുദ്ധമായ പല വ്യഞ്ജനങ്ങളും ആവശ്യക്കാർക്ക് നൽകുക എന്ന ലക്ഷ്യവും ജൈവ കലവറ സാധ്യമാക്കുകയായിരുന്നു. 3 വർഷത്തോളമായി ഇവിടുന്ന് പച്ചക്കറി സ്ഥിരമായിട്ട് വാങ്ങിക്കാറായിട്ട് നാടൻ പച്ചക്കറികളാണ് കൂടുതൽ വാങ്ങിക്കുന്നത്. കുമ്പളങ്ങ, പടവലങ്ങ, ചേന, പാവയ്ക്ക തുടങ്ങിയ ഐറ്റംസ്, പയറ് തുടങ്ങിയ ഐറ്റംസ് ഫ്രിഡ്ജിൽ വെച്ചാലും പുറത്ത് വെച്ചാലും മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ദിവസം അത് കേടുവരാതിരിക്കാറുണ്ട്. അപ്പം അത് രാസവളം ഉപയോഗിക്കാത്ത കൊണ്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പച്ചക്കറി കൂടാതെ അവില്, പച്ചരി, വെല്ലം, വെളിച്ചെണ്ണ തുടങ്ങിയ സാധനങ്ങളും ഇവിടുന്ന് തന്നെ വാങ്ങിക്കാറുള്ളത്. ഓരോ തിങ്കളാഴ്ച ദിവസവും തണൽമര ചുവട്ടിൽ ആരംഭിച്ച ജൈവവിള ചന്ത പിന്നീട് നാരായണന്റെ ഭവനത്തിലേക്ക് മാറി. വീട്ടിലെ സൗകര്യസജ്ജമായ ഒരു മുറി ജൈവ പച്ചക്കറി ഇനങ്ങളുടെയും പല വ്യഞ്ജനങ്ങളുടെയും കലവറയായി മാറി. വിലയെക്കുറിച്ച് എനിക്ക് അധികമായിട്ട് തോന്നണില്ല. കാരണം ഇതിന്റെ ക്വാളിറ്റിയാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നോട്ട് എ ക്വാണ്ടിറ്റി. അപ്പൊ ക്വാളിറ്റി അനുസരിച്ചാണ് ഇവിടെ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ദൂരത്ത് തന്നെ ഇവിടെ വരാനുള്ള കാരണവും ഇത് തന്നെയാണ്, ഈ സാധനത്തോടുള്ള ആ താല്പര്യം കൊണ്ട് തന്നെയാണ്. ഈ കലവറയിലേക്ക് എത്തിയ കർഷകരും മറ്റു ഉപഭോക്താക്കളും ഒരു വേറിട്ട കൂട്ടായ്മയുടെ ഭാഗമാകുകയായിരുന്നു. അവിടെ പീപ്പിൾ മൂവ്മെന്റ് ഓഫ് ഓർഗാനിക് ലിവിംഗ് എന്ന ജൈവ കാർഷിക സംരക്ഷണ സമിതി രൂപമെടുത്തു. കഴിഞ്ഞ ഒരു 4 വർഷത്തിന് മേലെയായി ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങണം. എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ നിന്ന് വാങ്ങും. പിന്നെ ഈ പ്രകൃതി സാധനങ്ങളോട് കുറച്ച് താല്പര്യം കൂടുതലുണ്ട്. പിന്നെ വേറെ എവിടെ നിന്നും അങ്ങനെ വാങ്ങാറില്ല. ഇവിടെ നിന്ന് പഴവും പച്ചക്കറികളും പിന്നെ ശർക്കര അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങാറുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലുണ്ടാകുന്ന പല സാധനങ്ങളും ഇവിടെ കൊടുക്കാറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലുണ്ടാകുന്ന മുരിങ്ങക്കായ, തേങ്ങ, മാങ്ങ, പിന്നെ കറിവേപ്പില ഇതെല്ലാം ശുദ്ധമായിട്ടുള്ള സാധനം തന്നെ ഇവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി ബാക്കി പൈസ ഇങ്ങോട്ട് കിട്ടാറുണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ മാഷും എനിക്ക് വളരെ മുമ്പ് പരിചയമുള്ളതാണ്. ടീച്ചറും എൻ്റെ വൈഫും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്.
അപ്പോൾ ഇവർ വളരെ ഇതായിട്ടുള്ളൊരു സേവനമാണ് ഇവിടെ നടത്തുന്നത്. അത് എത്ര പ്രവർത്തിച്ചാലും അതിനെപ്പറ്റി നമുക്ക് അത് കൂടുതലാകില്ല ഇവരെ പറ്റി പറഞ്ഞാൽ. കാരണം അതിന് വേണ്ട ഇത് ജീവിതം ഒഴിഞ്ഞു വെച്ച പോലെയാണ്. അതിരാവിലെ ഞാൻ ഇവിടെ പലപ്പോഴും വന്നിട്ടുണ്ട്. രാവിലെ മാഷ് പോകും, അവിടെ തോട്ടത്തിൽ പോകും, അവിടെ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഞാനും മാഷിയുടെ തോട്ടത്തിൽ പോയിട്ടുണ്ട്, അവിടുത്തെ കൃഷികൾ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ തൃപ്തിയുണ്ട്. പിന്നെ കൂടാതെ ഈ സാധനങ്ങളും അധികം വിലയൊക്കെ അല്ല കൊടുക്കുന്നത്. കമ്പാരിറ്റീവ് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വളരെ കുറവ് വിലയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ജൈവ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഭയങ്കര വിലയാണ്. ഇവിടെ എന്നാൽ അങ്ങനെ ഇല്ല. കമ്പാരിറ്റീവിൽ വളരെ ചെറിയൊരു കൂടുതൽ മാത്രമേ സാധാരണ ടൗണിൽ നിന്ന് കിട്ടുന്നതിലും കുറച്ച് മാത്രം കൂടുതൽ ആയിട്ടേ വാങ്ങുന്നുള്ളൂ. അപ്പോൾ ഞാൻ കൊടുക്കുന്ന സാധനങ്ങൾക്കും നല്ല വില തരുന്നുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു പ്രസ്ഥാനമാണ്. ഇത് എത്രയും നാളും തുടരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നാരായണൻ തുടക്കമിട്ട ജൈവ കൃഷി രീതിയിൽ ആകൃഷ്ടരായി ഒട്ടേറെ കർഷകർ മുൻപോട്ട് വന്നു. ആ മാതൃക പിന്തുടർന്ന് തങ്ങളുടെ കൃഷിയിടങ്ങളിൽ വിവിധതരം കാർഷിക വിളകൾ കൃഷി ചെയ്ത് അവയുടെ ഫലങ്ങൾ നാരായണന്റെ ജൈവ കലവറയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ റിട്ടയർമെന്റ് ജീവിതം ഒരു വിരസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞങ്ങളിപ്പോഴും വളരെ ഊർജ്ജസ്വലമായിട്ട് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആനന്ദം കിട്ടുകയാണ്. നമ്മളുടെ എല്ലാ മേഖലകളിലുമുള്ളതായ ഉപഭോക്താവ് ഇവിടെ വരികയാണ്. അതുകൊണ്ട് നമ്മുടെ പഴയ സുഹൃത്തുക്കൾ ആ സുഹൃത്ത് ബന്ധം നിലനിൽക്കാനും പുതിയവരായിട്ട് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനും ഒക്കെ ഇതുകൊണ്ട് സാധിക്കുന്നു. മാത്രമല്ല ഞങ്ങളൊരു കുടുംബം പോലെയാണ് ഇവിടെ വരുന്നവരും ഞങ്ങളും തമ്മിലുള്ളതായ ബന്ധം. ഇവിടെ കർഷകരും ഉപഭോക്താക്കളും തമ്മിലുള്ള വിശ്വാസപൂർണമായ ഒരു ആത്മബന്ധത്തിന് തുടക്കമിടുകയായിരുന്നു. ഇവിടെ നല്ല പച്ചക്കറിയുടെ ഉൽപ്പന്നം നടത്തുന്നത്. കാരണം രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ കണ്ട് ഉൽപ്പാദിപ്പിച്ച നല്ല പച്ചക്കറിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അത്യാവശ്യം അതുപോലെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ചില ആൾക്കാരിവിടെ കൊണ്ടുവരാറുണ്ട്, അതും വാങ്ങിക്കും. അവർക്ക് മറ്റു നല്ല സാധനങ്ങൾ അവർ തിരിച്ചും വിളിക്കും. അങ്ങനെ ഒരു കൊടുത്ത് മാറ്റ കച്ചവടം അതും ഞങ്ങൾ നടത്തി വരാറുണ്ട്. പൊതുവെ ഒരു നല്ല ആവശ്യക്കാർ കൂടുതൽ നല്ല അഭിപ്രായമാണ് ആൾക്കാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ ദിവസം ഓരോ പ്രാവശ്യം കൂടുതൽ വന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമിത വരുമാനത്തിൽ ശ്രദ്ധയൂന്നാതെ സാധാരണ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റുപോകുമ്പോൾ കർഷകർക്കും ഉപഭോക്താക്കൾക്കും ലഭിക്കുന്ന ലാഭവും ചെറുതല്ല. 2009 മാർച്ച് 21 ഞങ്ങൾ ജൈവകലവറ എന്ന ഈ സ്ഥാപനം തുടങ്ങിയത്. ഇത് ഒരു വ്യാപാര കേന്ദ്രമല്ല, കച്ചവട കേന്ദ്രമല്ല. ഇത് മാർച്ച് 21 എന്ന് പറയുന്നത് തന്നെ സമരാത്ര ദിനമാണ്. നഷ്ടം ലാഭമില്ലാത്ത ഒരു ഏർപ്പാട് ആണിത്. തുല്യരായിട്ട് പോകണം. കർഷകനും ഉപഭോക്താവും തമ്മിൽ ഒരു വിടവില്ലാതെ ലാഭനഷ്ടങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാതെ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. കർഷകന് അവന്റെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിന് നേരിട്ട് വിറ്റ് അതിന്റെ മൂല്യം മുഴുവൻ കിട്ടാനുള്ളൊരവസ്ഥ. അങ്ങനെ വരുമ്പോൾ എന്താണ് വില എങ്കിൽ കൊടുക്കുന്ന വിലയേക്കാൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ 1-2 രൂപ കുറച്ച് കർഷകന് വിൽക്കാൻ കഴിയും. മുഴുവൻ തുക അവന് കിട്ടുകയാണെങ്കിൽ. ഉപഭോക്താവിനാണെങ്കിൽ 1-2 രൂപ ലാഭവും കിട്ടും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജൈവ കലവറ എന്നുള്ളത് കൊണ്ട്. ഇത് PCM എന്നൊരു സംഘടനയുടെ കീഴിലാണ്. പീപ്പിൾസ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഫോർ ഓർഗാനിക് ലിവിംഗ്. അതായത് സംഘടനകൾ സാധാരണ കർഷകന്റെ സംഘടനയും ഉണ്ടാകാറുണ്ട്, പിന്നെ കച്ചവടക്കാരന്റെ സംഘടന ഉണ്ടാകാറുണ്ട്, ഉപഭോക്താക്കളുടെ സംഘടനയുണ്ട്. ഇത് ഉപഭോക്താവിന്റെയും കർഷകന്റെയും കൂടി ഒരു മുന്നേറ്റമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാളും വ്യത്യസ്തമായി വിട്ടുനിൽക്കേണ്ട ആളുകളല്ല, രണ്ടാളും യോജിച്ചു പോകേണ്ടവരാണ്. ഉപഭോക്താവിന് കർഷകനും വേണം, കർഷകന് ഉപഭോക്താവും വേണം. രണ്ടു കൂട്ടരും കൂടി യോജിച്ചാലാണ് രണ്ടാൾക്കും നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പിൻബലത്തിലാണ് നമ്മൾ ഈ സ്ഥാപനം അല്ലെങ്കിൽ ഇങ്ങനൊരു സംരംഭം നമ്മൾ തുടങ്ങിയത്. മലകൾ കാവൽ നിൽക്കുന്ന നാരായണന്റെ കൃഷിയിടം നീരുറവകളാൽ സമ്പന്നമാണ്. തൊടിയിലെ കിണറ്റിൽ നിന്നും കുളത്തിൽ നിന്നും പമ്പ് ചെയ്ത് കൃഷിവിളകൾക്കാവശ്യമായ ജലസേചനം നിർവഹിക്കുന്നു. സമ്മിശ്ര കൃഷിയിലൂടെ മണ്ണിന്റെ ഊഷരതയകറ്റി ഉർവരത നിലനിർത്തിയെടുക്കുന്ന കൃഷിരീതിയാണ് നാരായണന്റേത്.
ഞങ്ങളിവിടെ ഒരേ സ്ഥലത്ത് ഒരേ വിള ഒരിക്കലും കൃഷി ചെയ്യാറില്ല. നെല്ല് മാത്രമേ ഒരേ സ്ഥലത്ത് കൃഷി ചെയ്യാറുള്ളൂ. പക്ഷേ വേനൽക്കാലങ്ങളിൽ അവിടെയും പയറോ ചെറുപയറോ മുതിരയോ ഉഴുന്നോ അതല്ലെങ്കിൽ എള്ളോ തുടങ്ങിയതൊക്കെ ഇടും. എള്ളിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോസ്ഫറസ് അവിടെ ഫിക്സിങ് ആവുന്നു. അമരത്തിന് മറ്റ് പയർവർഗ്ഗങ്ങൾ ഇട്ടാൽ നൈട്രജൻ ഫിക്സിങ് ആകുന്നു. പിന്നെ കുറച്ച് ചാരം കൂടി ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ വെണ്ണീർ ഇട്ട് കൊടുത്താൽ വേണ്ടത്ര NPK അവിടെ സ്ഥലത്ത് വരുന്നു. അതുപോലെ തന്നെ ഈ വിഷു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നവധാന്യങ്ങൾ വിതച്ച് നോക്കാറുണ്ട്. നവധാന്യങ്ങൾ വിതയ്ക്കുന്നത് പണ്ടത്തെ രൂപത്തിലുള്ള സോയിൽ ടെസ്റ്റിംഗ് ആണ്. ആ സോയിൽ ടെസ്റ്റിങ്ങിൽ ഈ 9 ധാന്യം വിതയ്ക്കുമ്പോൾ 9 ധാന്യത്തിൽ ഏത് ധാന്യമാണോ മോശമായത് അതിനു വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് അതിനു വേണ്ട വളം അവിടെ ഇല്ല എന്നാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത്. ആ വളം നമ്മൾ കൊടുക്കാനുള്ള സൗകര്യം അവിടെ ചെയ്തിരിക്കും. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പറമ്പ് കൃഷിയിലൊക്കെ വാഴയ്ക്കിടയിൽ ചേമ്പ് പറഞ്ഞ് മിക്സഡ് ഫാമിംഗ് ആണ് നടക്കുന്നത്. പച്ചക്കറികളാണെങ്കിൽ ഒരു സ്ഥലത്ത് വെണ്ട ഉണ്ടാക്കിയാൽ വെണ്ട പറന്ന് കയറി വലുതാകുന്നതോടുകൂടി കായ പറിക്കൽ കഴിയുന്നതിന് മുമ്പ് അതിൻ്റെ ഇടയിൽ പയർ നട്ടുകൊടുക്കും. ആ പയർ വെണ്ടയുടെ മുകളിൽ കയറും. അപ്പോൾ വെണ്ട ചെടി പയറിനുള്ള താങ്ങായി മാറും. അതാണ് അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് കക്കരിക്ക കുക്കുംബർ കുഴിച്ചിടാം. കുക്കുംബർ വെണ്ടയുടെ മുകളിൽ കയറി കയറ് കെട്ടിക്കൊടുത്താൽ കുക്കുംബറിന് വേണ്ട താങ്ങായി. അത് കഴിയുമ്പോഴേക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് കപ്പ കുഴിച്ചിടാൻ പറ്റും. അതൊക്കെ തട്ടിക്കൂട്ടി അതിൻ്റെ ഇടയിൽ ഏരി മാറിയിട്ട് കപ്പ കുഴിച്ചിട്ടാൽ ആ കപ്പ നല്ല വിളവ് നമുക്ക് കിട്ടും. ആ കപ്പയുടെ ഇടയിൽ കൂടി ക്യാരറ്റോ ബീറ്റ്റൂട്ടോ തുടങ്ങിയുള്ള വിത്തുകൾ നമ്മളൊന്ന് വിതറി കൊടുത്താൽ അതിൻ്റെ അടിയിൽ ആവശ്യത്തിന് ക്യാരറ്റും ബീറ്റ്റൂട്ടും നമുക്ക് കിട്ടും. അങ്ങനെ ഒരു മിക്സഡ് കൃഷി രീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. മാത്രമല്ല ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് എന്ന് പറയുമ്പോൾ ഒരു വളം തന്നെ മറ്റൊന്ന് വലിച്ചെടുത്തിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി തരുന്നില്ല, മണ്ണിനെ ഊഷരമാക്കി മാറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ രീതി. ആണ്ട് മുഴുവൻ വിളകൾ എന്നതാണ് ഈ പാലക്കാടൻ കർഷകന്റെ കാർഷിക സിദ്ധാന്തം. അതുകൊണ്ടുതന്നെ വെണ്ട കൃഷിക്കൊപ്പം പയർവിളകളും നടുന്നു. പയറുകൾ വള്ളി വീശി വെണ്ടയിൽ പടർന്നു കയറുന്നു. മരച്ചീനി വിളകൾക്കിടയിൽ വെള്ളരിയും ക്യാരറ്റും ബീറ്റ്റൂട്ടും നടുന്നു. കൊയ്തൊഴിയുന്ന നെൽപ്പാടങ്ങളിൽ ഹ്രസ്വകാല വിളകളായ പയറും എള്ളും കൃഷി ചെയ്യുന്നു. വിവിധതരം വാഴകൾ തഴച്ചു വളരവേ അവയ്ക്കിടയിൽ ചേനയും ചേമ്പും ഇഞ്ചിയും മഞ്ഞളും ഇതര പച്ചക്കറി ഇനങ്ങളും കൂട്ടുചേരുന്നു. ഇങ്ങനെ ഒരു വിളയുടെ കാലം കഴിയവേ മറ്റൊരു വിളവെടുപ്പിന് തയ്യാറാക്കുന്ന കാർഷിക കാഴ്ചയാണ് എന്നും നാരായണന്റെ കൃഷിയിടം സമ്മാനിക്കുന്നത്. മണ്ണിന്റെ പോഷക ഗുണം അറിയുന്നതിനായി നവധാന്യങ്ങൾ വിതച്ച് അവയുടെ വളർച്ച നിരീക്ഷിച്ച് ഏതിനാണ് പോഷകക്കുറവ് എന്ന് മനസ്സിലാക്കി മണ്ണിനെ പോഷക സമൃദ്ധമാക്കുന്ന രീതിയും ഈ കർഷകന്റെ മറ്റൊരു കാർഷിക വിരുതായി മാറുന്നു. ജൈവകൃഷി വിളകളുടെ സംരക്ഷണത്തിനൊപ്പം അവയുടെ വിത്തുകൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതിലും ഈ കർഷകൻ ശ്രദ്ധ വയ്ക്കുന്നു. അവലംബിക്കേണ്ട കാർഷിക രീതികളെ പറ്റിയുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. വിഷസ്പർശമേൽക്കാത്ത പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വാങ്ങുന്നതിനായി വടക്കൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ നാരായണന്റെ ജൈവ കലവറയിലേക്ക് എത്തുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകർ ഇവിടേക്ക് എത്തിക്കുന്ന കാർഷിക വിഭവങ്ങൾ തീർത്തും ജൈവവിളകളാണോ എന്ന സ്വാഭാവികമായ ആശങ്കയ്ക്ക് മണ്ണിനെ മനസ്സാക്കി മാറ്റിയ ഈ കർഷകന് ഒന്നേ പറയാനുള്ളൂ: കൃഷിയെ വാത്സല്യത്തോടെ പരിചരിക്കുന്ന ഒരു കർഷകനും ആത്മവഞ്ചന ചെയ്യില്ല എന്ന ഹൃദയസത്യം. ആണ്ട് മുഴുവൻ ആരോഗ്യത്തിന്റെ ദിനങ്ങൾ എന്നതാണ് നാരായണൻ തങ്കമണി എന്ന ഈ കർഷക ദമ്പതികളുടെ ആശയവും അതിന്റെ സാക്ഷാത്കാരത്തിനായുള്ള പ്രയത്നവും. അതിന്റെ പ്രതീകങ്ങളായി പച്ചക്കറികളും കിഴങ്ങുകളും ധാന്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും കറിപ്പൊടികളുമൊക്കെ വീട്ടിലെ ജൈവ കലവറയിൽ അണിയിടുമ്പോൾ മണ്ണിനെ പൊന്നാക്കി മലയാളിക്ക് ആയുരാരോഗ്യ സൗഖ്യം സമ്മാനിക്കുന്ന ഈ പാലക്കാടൻ ഗ്രാമീണ കർഷകന് തികഞ്ഞ ആനന്ദം. തന്റെ വിശ്രമ ജീവിതം സാക്ഷാത്കാരമണിയുന്നതിലെ നൂറുമേനിയുടെ ആഹ്ലാദം.
ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഇരട്ടി നേട്ടം. മനോരമ ബുക്സിന്റെ കൃഷിയിലൂടെ ലക്ഷങ്ങൾ നേടാം, കർഷകശ്രീകളുടെ വിജയകഥകൾ എന്നീ പുസ്തകങ്ങളിലൊന്ന് സൗജന്യം. ഇന്ന് തന്നെ തൊട്ടടുത്ത മനോരമ ഓഫീസുമായി ബന്ധപ്പെടൂ. കർഷകശ്രീയുടെ വാർഷിക വരിക്കാരാകൂ. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കശുമാങ്ങ സംസ്കരണ സാങ്കേതിക വിദ്യ ലോക ശ്രദ്ധയിലേക്ക്. ചാഫ് കട്ടറുകൾ 50% സബ്സിഡി. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ കശുമാങ്ങ സംസ്കരണ സാങ്കേതിക വിദ്യ ലോക ശ്രദ്ധയിലേക്ക്. ഇതിന് ആഗോളതലത്തിൽ പ്രസക്തിയുണ്ടെന്ന് സർവകലാശാല സന്ദർശിക്കാനെത്തിയ ഫ്രഞ്ച് സംഘം അഭിപ്രായപ്പെട്ടു. പാഴാക്കി കളയുന്ന കശുമാങ്ങയിൽ നിന്ന് സ്ക്വാഷ്, ജാം, വൈൻ, കാൻഡി, ലഘുപാനീയം തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തത്. സർവകലാശാല ആസ്ഥാനത്ത് വൈസ് ചാൻസലറുമായി നടത്തിയ ഫ്രഞ്ച് സംഘം മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രത്തിലെത്തി വിവിധ ഉൽപ്പന്നങ്ങൾ രുചിച്ചും അവയുടെ നിർമ്മാണ രീതി കണ്ടും വാണിജ്യ സാധ്യതകൾ വിലയിരുത്തി. മറ്റ് രാജ്യങ്ങളിലെ കശുമാവ് കർഷകർക്കും വ്യവസായ സംരംഭകർക്കും പരിശീലനം നൽകാൻ കാർഷിക സർവകലാശാല സന്നദ്ധമാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ വിദേശ സംഘത്തെ അറിയിച്ചു. രജിസ്ട്രാർ ഡോക്ടർ പി വി ബാലചന്ദ്രനും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം കേര സുരക്ഷ എന്ന പേരിൽ പുതിയ തെങ്ങ് കയറ്റ യന്ത്രം വിപണിയിലിറക്കി. ഒരാൾക്ക് ഇരുന്നുകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന യന്ത്രം നിലവിലുള്ള തെങ്ങ് കയറ്റ യന്ത്രങ്ങളുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 3500 രൂപയാണ് യന്ത്രത്തിന്റെ വില. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2 370726 എന്ന നമ്പറിൽ വിളിക്കുക. കാസർഗോഡ് കൃഷിവിജ്ഞാന കേന്ദ്രം മെയ് 25-ാം തീയതി കൊമ്പൻ ചെല്ലിക്കെതിരെ സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് പരിശീലനം നൽകുന്നു. ഇതോടനുബന്ധിച്ച് സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്. പരിശീലനത്തിലും സെമിനാറിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0499 42 32 993. നമ്പർ ഒരിക്കൽ കൂടി 0499 42 32 993. നേപ്പിയർ, CO3 മുതലായ തണ്ട് കട്ടിയുള്ള തീറ്റപ്പുല്ലിനങ്ങൾ ചെറുതായി അരിയുന്നതിന് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ചാഫ് കട്ടറുകൾ 50% സബ്സിഡി നിരക്കിൽ ക്ഷീര കർഷകർക്ക് KLD ബോർഡ് നൽകുന്നു. KLD ബോർഡിന്റെ തൃശൂർ, കൊല്ലം, പാലക്കാട് എന്നിവിടങ്ങളിലുള്ള ഫാം ഓഫീസുകൾ വഴിയാണ് ചാഫ് കട്ടറുകൾ വിതരണത്തിന് എത്തിക്കുന്നത്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9446 004284. മറ്റൊരു നമ്പർ 9446 004285. നമ്പർ ഒരിക്കൽ കൂടി 9446 004284. മറ്റൊരു നമ്പർ 9446 004285. പെരിങ്ങോം കൃഷിഭവനും പച്ചക്കറി സംഘവും ചേർന്ന് ഏകദിന പച്ചക്കറി കൃഷി പരിശീലനം ഈ മാസം 15-ന് സംഘടിപ്പിക്കുന്നു. കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0498 5237 800 എന്ന നമ്പറിലോ 8281 2001 43 എന്ന നമ്പറിലോ വിളിക്കുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 13,600 രൂപ, കോഴിക്കോട് 14,400 രൂപ, തൃശൂരിൽ 13,500 രൂപ. കൊപ്ര കൊച്ചിയിൽ 9,205 രൂപ, കോഴിക്കോട് 9,150 രൂപ, തൃശൂരിൽ 9,165 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 57,500 രൂപ, ഗാർബിൾഡ് 60,500 രൂപ. ചുക്ക് മീഡിയം 21,300 രൂപ, ബെസ്റ്റ് 23,300 രൂപ. മഞ്ഞൾ സേലത്ത് 8,600 രൂപ, ഈറോഡിൽ 8,900 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 12,300 രൂപ, 4ാം ഗ്രേഡ് 12,500 രൂപ.
കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 12,300 രൂപ, 4ാം ഗ്രേഡ് 12,500 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 13,600 രൂപ, കൊപ്ര 9,205 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,500 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,900 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 57,500 രൂപ, ഗാർബിൾഡ് 60,500 രൂപ, ചുക്ക് മീഡിയം 21,300 രൂപ, ബെസ്റ്റ് 23,300 രൂപ, മഞ്ഞൾ നാടൻ 9,900 രൂപ, അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ 270-നും 280-നും മധ്യേ, തൊണ്ടില്ലാത്തത് 480-നും 550-നും മധ്യേ, ജാതിപത്രി 800-നും 900-നും മധ്യേ, ഗ്രാമ്പു 825 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,300 രൂപ, 4ാം ഗ്രേഡ് 12,500 രൂപ, ഒട്ടുപാൽ 8,400 രൂപ, ലാറ്റക്സ് 10,000 രൂപ. കമ്പോള അവലോകനം. കൊപ്രയ്ക്കും ഉണ്ടക്കൊപ്രയ്ക്കും വിദേശ അന്വേഷണങ്ങൾ വിപണി പ്രതീക്ഷിക്കുന്നു. റംസാൻ അടുത്തതോടെ പാകിസ്ഥാനും ബംഗ്ലാദേശും കൊപ്ര മാർക്കറ്റിൽ ഇറങ്ങുമെന്ന നിഗമനത്തിലാണ് വ്യാപാര രംഗം. നാളികേര വിളവെടുപ്പ് മുന്നേറുകയാണെങ്കിലും ചരക്ക് ക്ഷാമം വിലക്കയറ്റത്തിന് വഴിതെളിക്കാം. വിദേശ വാങ്ങലുകാരുടെ വരവ് കൊപ്രയ്ക്കൊപ്പം എണ്ണയ്ക്കും നേട്ടമാകും. അവധി വ്യാപാരത്തിൽ റബ്ബർ വില നേരിയ നിലവാരത്തിൽ കയറിയിറങ്ങിയതിനാൽ ടയർ നിർമ്മാതാക്കൾ ഷീറ്റ് വില ഉയർത്തിയില്ല. വ്യാവസായിക ഡിമാൻഡ് കുറഞ്ഞത് മുൻനിർത്തി കർഷകരും സ്റ്റോക്കിസ്റ്റുകളും ഷീറ്റ് നീക്കം നിയന്ത്രിച്ചു. അന്തർ സംസ്ഥാന വ്യാപാരികൾ ചുക്ക് ശേഖരിക്കാൻ കാണിച്ച ഉത്സാഹം നിരക്ക് മെച്ചപ്പെടുത്തി. ചുക്കിന് വിദേശത്തു നിന്നും പുതിയ ഓർഡറുകൾ പ്രതീക്ഷിക്കുന്നു. വണ്ടൻമേട്ടിൽ ഇന്ന് നടന്ന ഏലക്ക ലേലത്തിന് വന്ന 26,444 കിലോഗ്രാം ചരക്ക് പൂർണ്ണമായും ലേലം കൊണ്ടു. മികച്ച ഇനങ്ങൾ കിലോ 939 രൂപയിലും ശരാശരി ഇനങ്ങൾ 659 രൂപയിലും രേഖപ്പെടുത്തി. കയറ്റുമതിക്കാർ പ്രമുഖ ലേല കേന്ദ്രങ്ങളിൽ നിന്ന് അല്പം വിട്ടുനിൽക്കുകയാണ്. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 33.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.9, 23.2. കൊച്ചി 32.4, 24.6. ആലപ്പുഴ 32.7, 24.8. പുനലൂർ 32.6, 24.2. തിരുവനന്തപുരം കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.